Alexa, fan on. ഫാൻ ഓണായി. Alexa, AC on. അയ്യോ AC ഓണായി. ഇതെങ്ങനെ? എങ്ങനെയുണ്ട്? എന്നാ പിന്നെ പിടിച്ചോ. അലക്സ ചായ കൊണ്ടോ? അതാരത്? അലക്സ. അലക്സ അതും ചെയ്യും അപ്പൊ? അലക്സ് എല്ലാം ചെയ്യും. അലക്സ് ഇവിടുത്തെ പ്രൊഡക്ഷനിലെ പയ്യനാണ്. അവൻ ബിരിയാണി കൊണ്ടുവരും, ചായ കൊണ്ടുവരും, ഊണ് കൊണ്ടുവരും, എല്ലാം അവനാ കൊണ്ടുവരുന്നത്. ചായ ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഒരു ചായ എനിക്ക് കൂടി പറയട്ടെ. എനിക്ക് ചായ ഭയങ്കര അലക്സ 2 ചായ. സ്ട്രോങ്. എനിക്ക് വേണ്ട, ഞാൻ ചായ കൂടി നിർത്തി. ചേട്ടൻ ചായ നിർത്തിയോ? ചായ കൂടി പ്രശ്നമാണ്. ഞാൻ ഒരു ചായയുടെ പേരിലാണ് എന്റെ ഭാര്യ എന്നോട് പിണങ്ങി പോയത്. ചായന്റെ കാര്യത്തിൽ ഭാര്യ പിണങ്ങി? ചായ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏട്ടാ. അതിന് ഭാര്യ നിസാര കാര്യത്തിനൊക്കെ എന്തിനാ പിണങ്ങി പോണത്? അവക്ക് എന്റെ ഹോബി അവക്ക് മനസ്സിലാകണ്ടേ? വളരെ മോശം, അത് മോശം. അതും ഒരു നിസ്സാര കേസല്ലേ ഇത്? ഒരു ചായ ചോദിച്ച് ചായയുടെ വിഷയത്തിൽ ഭാര്യ പിണങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ചേട്ടാ, ശരിക്കും എന്തായിരുന്നു പ്രശ്നം? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ചായക്കാര്യത്തിലൊക്കെ അങ്ങനെ ഭാര്യ പിണങ്ങി പോവാന്ന് പറഞ്ഞാലും. ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ സുനിതയില്ലേ, സുനിതയുടെ മൂത്ത മോനെ എന്റെ മുഖച്ചായയാണെന്നും പറഞ്ഞാണ് ആ ചായയുടെ വിഷയത്തിലാണ് നമ്മൾ പിണങ്ങിപ്പോയത്. അത് ശരി. അപ്പൊ വെറുതെ അല്ല ഇറങ്ങിപ്പോയത്. ഇത്രയും വലിയ കാര്യം ഉണ്ടായതിനാണ് നിസാര കാര്യം ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിസാരമല്ലേ? ഞാൻ പറഞ്ഞത് ഈ ചായ പ്രശ്നമല്ല ഏട്ടാ. എന്തായാലും ചായ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചായ. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതേപോലെ ചായ വികാരമായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അവരുടെ വിശേഷം ഒന്ന് കണ്ടാലോ? ചായ കുടിച്ച വികാരമാണോ? ചായ ഭയങ്കര ഒരു വികാരം ഏട്ടാ. പല രീതിയിലുള്ള ഒരു എന്താ പറയാ, ചായ എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ തന്നെയല്ലേ? എങ്കിൽ ആ വികാര ജീവിയെ നമുക്കൊന്ന് കാണാം. നമുക്കൊന്ന് വേഗം കാണാം. ചായ, കാപ്പി, ചായ, കാപ്പി. ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ അപ്പൂപ്പൻ 2 ദിവസമായി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട്. ഈ വന്നതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ എണ്ണിക്കൊണ്ട് ഞാൻ 101 ചായ ഇട്ട്. 101 ചായ. നിങ്ങൾക്ക് അറിയാമോ എന്തൊരു കഷ്ടമാണ് നോക്കണേ. ഞാൻ വല്ല ഗിന്നസ് റെക്കോർഡിന് വേണ്ടിട്ട് ഈ ചായ ഇട്ടിരുന്നെങ്കിൽ വല്ല ഗിന്നസ് ബുക്കിലെങ്കിലും കയറി പോയാൻ എന്റെ പേര്. ചാപ്പി, കായ, കായ, ചാപ്പി, ചായ. രോഹിണി, അപ്പൂപ്പ എത്ര നേരം കൊണ്ട് പറയുന്നത്? നിനക്കൊരു ചായ ഇട്ട് കൊടുത്തു. എനിക്ക് സൗകര്യമല്ല ഇട്ട് കൊടുക്കാൻ. ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ അപ്പൂപ്പനെ വല്ല 3 തേയിലത്തോട്ടത്തിനകത്താണോ പെറ്റിട്ടത്? 24 മണിക്കൂർ ഇങ്ങനെ ചായ ചോദിക്കാൻ വേണ്ടി. ഇങ്ങോട്ട് കേറി വന്നപ്പം 2 കിലോ തേയിലപ്പൊടിയും കൊണ്ടാണ് കേറി വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ ദൈവമേ, ഇനി 2 മാസത്തേക്ക് വീട്ടില് തേയിലപ്പൊടി വാങ്ങണ്ടല്ലോ എന്ന്. അതിനുശേഷം ഞാൻ 2 പ്രാവശ്യമാണ് കടയിൽ പോയി തേയിലപ്പൊടി വാങ്ങിച്ചത്. നിങ്ങൾക്ക് അറിയാമോ? ഇതിന് മാത്രം ചായ എന്തിനാ കുടിക്കണത്? അത് ഇവിടെ ഇരുന്ന് അങ്ങേര് മാത്രം കുടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഈ കണ്ട നാട്ടിൽ കിടക്കുന്ന സകല ആൾക്കാരെ വിളിച്ചിരുത്തിയാണ് ചായ കൊടുക്കുന്നത്. ചായ സൽക്കാരം മെനിങ്ങാന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഇതുവഴി മറ്റേ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ടീം പോണ്. അവര് വഴി അറിഞ്ഞൂടാതെ നിങ്ങൾ അപ്പൂപ്പ അവിടെ വെളിയിൽ നിൽക്കുന്ന കണ്ടിട്ട് വഴി ചോദിച്ചു. ആ 6 പേരെയും വീട്ടിനകത്ത് വിളിച്ച് കയറ്റി ഇരുത്തിയിട്ട് എന്നെ കൊണ്ട് 12 ചായയാണ് ഇടിപ്പിച്ചത്. 12 ചായ. 12 ചായ. ഈ 6 പേർക്ക് എത്ര 12 ചായ? ഇപ്പൊ ചോദിച്ചില്ലേ നിങ്ങള്? 6 ചായ ഈ വന്ന 6 പേർക്ക്, ബാക്കി 6 ചായ നിങ്ങൾ അപ്പൂപ്പന്. അപ്പൂപ്പൻ എന്തിനടി 6 ചായ? ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും ഓരോ ചായ വെച്ച് കുടിക്കണോന്ന് അങ്ങേർക്ക്. അപ്പൂപ്പാര് ശിവമണി 6 ചായ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഐഡിയ ചെയ്ത്, ഞാൻ ഇവിടെ നിന്ന് വെളിയിൽ പോയി ഗേറ്റ് വെളിയിന്ന് പൂട്ടി മതില് കയറി ചാടിച്ചാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതാകുമ്പോ ഒരാളും ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കയറി വരൂലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പഠിക്കോ? നിങ്ങൾ പണ്ട് എന്നെ കാണാൻ എങ്ങനെ വന്നോണ്ടിരുന്നത് അതുപോലെ അങ്ങ് പോണം. അയ്യോ, അപ്പൊ ഇന്ന് ഞാൻ മതിലി ആടി പറങ്കാവിന്റെ മണ്ടേ കൂടെ കയറി വീട്ടിന്റെ ടെറസ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി വരണം അല്ലേ? ദേഷ്യം പറഞ്ഞെനിക്ക്. വട്ടമേശ സമ്മേളനം നടന്നത് ഇത്രയും ഗ്ലാസ് ഇരിക്കുന്നത്. അയ്യോ, അത് നിങ്ങൾ അപ്പൂപ്പ പത്രം വായിച്ചപ്പോ കുടിച്ച ചായ. എടി, ഒരു പത്രം വായിക്കണമെങ്കിൽ ഇത്രയും ചായ കുടിക്കൂ? ഓരോ പേജ് വായിക്കുമ്പോഴും ഓരോ ചായ. എടി, നിനക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പൂപ്പ ഓരോ വാർത്തയ്ക്കും ഓരോ ചായ കുടിച്ചിരുന്ന ചായ ഇട്ട് നിന്റെ ഊപ്പാട് വന്നേനെ. അങ്ങനെയാണെങ്കിൽ നാളെ പത്രത്തിൽ വാർത്ത വന്നേനെ, വയോധികനെ തല്ലിക്കൊന്ന് വീട്ടമ്മാന്ന്. ചായല്ലടി അപ്പൂപ്പൻ ചോദിച്ചോളൂ, അല്ല ചാരായൊന്നും ചോദിച്ചില്ല. അയ്യോ, ചാരായം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ മാറ്റി കൊടുക്കുമായിരുന്നു. എന്താണെന്നറിയോ? അതാകുമ്പോ ഒന്ന് കുടിച്ചിട്ട് അങ്ങ് ബോധമില്ലാതെ എവിടെയെങ്കിലും കിടക്കൂലോ, പിന്നെ ചോദിക്കൂലല്ലോ. നല്ലൊരു ക്രിസ്മസ് വന്നിട്ട് നിനക്ക് വാറ്റിറങ്ങിയിട്ട് നീ എനിക്ക് ഒരു തുള്ളി ചാരായം മാറ്റി തന്നില്ല, അറിയാവോ? എന്റെ പൊന്നെ, നിങ്ങൾ മിണ്ടാതൊന്നിരിക്കോ. ഞാൻ ഇവിടെ പ്രഷർ കേറിയിട്ടാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അപ്പൂപ്പൻ എന്തിനാണ് ഇത്ര ചായയോട് ഇത്ര ആർത്തി? മോളെ, അത് പറയാം. ഈ അപ്പൂപ്പൻ ലേറ്റ് മാരേജ് ആണ്. 20ാമത്തെ വയസ്സ് തൊട്ട് പെണ്ണ് കാണാൻ പോയി തുടങ്ങിയതാണ്. 36ാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നത്. ഈ 16 വർഷം പെണ്ണ് കണ്ട് ചായ കുടിച്ച് ചായക്ക് അഡിക്റ്റ് ആയി പോയി. കല്യാണം കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ പെണ്ണ് കാണാൻ പോകുമായിരുന്നു ചായ കുടിക്കാൻ. അയ്യോ,
എനിക്ക് വയ്യ, ഇതിപ്പോ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ഞാൻ പറയാം. അപ്പൂപ്പ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കൂല. അയ്യോ, നിക്കാത്ത ആയിരിക്കൂല, നിർത്താത്ത ആയിരിക്കും. നിർത്താത്ത മക്കളെ എത്ര നേരം കൊണ്ട് ഞാൻ അവിടെ അടുത്ത് ചായ വാങ്ങിക്കണ്ട, ഒരു ചായ ആയിട്ട് തരാൻ പറയണ. കണ്ണി ചോരയില്ലാത്ത വർത്താനം അപ്പൊ പറയരുത് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ചായ തന്നില്ലേ? അത് ഉണർത്ത ചായയല്ലേ? അതിന് ശേഷം തന്ന ചായ? അത് ഉഷാറ ചായ. അതിന് ശേഷം തന്ന ചായ? പ്രഭാതകർമ്മ ചായ. പ്രഭാത കർമ്മ ചായ. അതിന് ശേഷം തന്നു? അതിന് ശേഷം ഉണർത്ത ചായ. അതിന് ശേഷം തന്നു? അതിന് ശേഷം എനിക്ക് ഉന്മാദ ചായ വേണം. എനിക്ക് ഭയങ്കര എത്തിരി ഉന്മാദ ചായ ഇത്തിരി ഇട്ട് തരാൻ പറഞ്ഞ എന്റെ അടുത്ത്. എത്തിരിടാ ഇപ്പൊ ഇട്ട് തന്നില്ലെങ്കിൽ ഇവിടെ ഡൈവേഴ്സ്. നേരെ പോയി നമ്മൾ വേറെ പെണ്ണുകാണെന്ന് ചായ കുടിക്കും. അപ്പൂപ്പ ഒരുമാതിരി വർത്താനം പറയല്ലോ കേട്ടോ. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോണോ? അങ്ങനെയല്ലടാ നിനക്ക് ഇപ്പൊ നിന്റെ അടുത്ത് ദേഷ്യപ്പെടല്ലടാ. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലേ എനിക്ക് എപ്പോഴും ചായ ഇട്ട് തന്നോട്ടേ ഇരിക്കുവായിരുന്നു. നിനക്ക് ഇപ്പൊ എന്റെ അടുത്ത് ദേഷ്യമല്ലേ? അല്ലേടാ? അസുഖമുണ്ടോ കിളവാ? എനിക്ക് അസുഖമുണ്ട്. ഈ ചായ വഴി ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ നേരെ ഡോക്ടറിന്റെ അടുത്ത് പോയി. അപ്പൊ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് എന്റെ അടുത്ത് ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞു. എന്തോന്ന് അസുഖം? ചായ കുടിയാ മാനിയ. ചായ കുടിക്കാൻ വേണ്ടി ഒരു അസുഖം തള്ളി പിടിച്ചോണ്ട് വന്നാ ചായ കുടിയോ മാനിയെന്ന്. ചായ കുടിയാണ് എനിക്ക് ഉന്മാദ ചായ കിട്ടിയാ പറ്റൂ. അപ്പൂപ്പ എന്തിനു കൂവിയത്? എന്റെ കൂവേ ഞാനും തിരിച്ചു പോകും. അത് മീൻകാരനാണെന്ന്. മീൻകാരനായിരുന്നേ. ഞാൻ ഇപ്പൊ ചൂട് ചായ വാങ്ങിച്ചിട്ട് വരാം. ചൂട് ചായ അല്ല, ചൂട് ചാള വാങ്ങിച്ചിട്ട് വരാം. പിന്നെ തിരിച്ചു വരുമ്പോ എനിക്ക് ഉന്മാദ ചായ കിട്ടിയില്ലെങ്കിൽ ഈ ചന്ദ്രശേഖരന്റെ മുഖച്ചായ മാറും കേട്ടല്ല. ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ഈ ചായ ശേഖരത്തിന് ചായ ഇട്ട് കൊടുക്കാൻ. ഞാൻ ചന്ദ്രശേഖരായി. ചന്ദ്രശേഖരനാ? 24 മണിക്കൂർ ചായ ശേഖരിച്ചോണ്ടിരിക്കുന്ന ആളെ പിന്നെ ഞാൻ ചായ ശേഖരൻ അല്ലാതെ പിന്നെ ഞാൻ എന്തോ വിളിക്കണം? നീ വല്ലാണ്ട് കഷ്ടപ്പെടുന്നല്ലേടി. നിനക്ക് ഇവിടെ ഒരുപാട് ജോലിയല്ലേ? പിന്നല്ലേ. ഓട്ടോകളൊക്കെ കാര്യം അപ്പൂപ്പലെ വയസ്സായ ആൾക്കാരല്ലേ. എനിക്ക് തന്നെ കുറച്ചു നേരം ഇവിടെ വന്നപ്പോ അതെങ്ങനെ വെട്ടിപ്പൊളക്കം നടക്കുന്നു. നിനക്ക് സമയം ഉണ്ടാടി ഒരു ഗ്ലാസ് ചായ കിട്ടിയ കൂടുതൽ പറയിപ്പിക്കില്ല. അടുക്കളയിൽ പോയിട്ട് കുടിച്ചോളണം. എന്റെ വീട്ടിൽ നടന്ന് പോളാറങ്ങി ഇറങ്ങി പോവേ. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. എന്തോന്നപ്പൂപ്പ എന്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് അറിയാമോ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒരുത്തൻ പറയണത്. അവന് ചായ വേണ്ടെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോ അവന്റെ അടുത്ത് പറഞ്ഞു, വാ മക്കളെ ചായ കുടിച്ചിട്ട് പോകുന്നു. അവന് ചായ വേണ്ടെന്ന്. ഈ ചായ വേണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും പറയണ? അപ്പൂപ്പൻ ഇപ്പൊ ഒരു ചായ വേണം. എനിക്ക് ഉന്മാദ ചായ കിട്ടി. അമ്മക്ക് മതിലാടി ഒരു ചായ കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്യാമറ ചായ കൂടെ കുടിക്കാം. ഹലോ എടി, നീ വല്ല ഐഡിയ കണ്ടുപിടിച്ച? എനിക്ക് വയ്യ ഇവിടെ കിടന്ന് ചായയുടെ. അയ്യോ എടി, അത് പ്രശ്നമാവൂലേ? എടി, അയാൾ തട്ടിപ്പോയി എന്ത് ചെയ്യും? എടി, ലോഷനൊക്കെ കലക്കി 2 തുള്ളിയാ? എടി, എനിക്ക് പേടി. ഒന്നും സംഭവം. എടി, മണം വന്ന എന്ത് ചെയ്യും? ഏലക്കിടാ അല്ലേ? ഞാൻ കൊടുത്തു നോക്കാം. 2 തുള്ളിയല്ലേ? ഞാൻ കൊടുത്തു നോക്കട്ടെ, ഇനി എന്താവും അറിഞ്ഞൂടാ. ശരി ശരി ശരി, ഓക്കെ. മക്കളെ മക്കളെ നീ അവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്യടാ. എന്നിട്ട് നമുക്ക് വേറെ ചായ കുടിക്കാൻ പോവാടാ. അപ്പൂപ്പ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ എനിക്കിപ്പം ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ ഒരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൂപ്പ വേണ്ട, ഉന്മാദ ചായയല്ലേ? ഉന്മാദ ചായ. എന്റെ മക്കളെ സോറി കേട്ടാ. നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇവൻ പറയല്ലേ നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ പെണ്ണിനെ കെട്ടണം. അങ്ങനെയല്ലാടാ പറഞ്ഞത്. അപ്പൂപ്പനല്ലേ പറഞ്ഞ ഡിവോഴ്സ് ചെയ്യാനായിട്ട്? ഞാൻ അങ്ങനെ പറയുന്നില്ല. സത്യമായിട്ട് അപ്പൂപ്പനാണ് പറഞ്ഞ ഡിവോഴ്സ് ചെയ്യണ കാര്യം പറഞ്ഞ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ഇഷ്ടപ്പെട്ട ഉന്മാദ ചായ, സ്പെഷ്യൽ ചായ. മക്കളെ ഇത് കൊള്ളാല്ല കാളെ. മക്കളെ വലിയ പറഞ്ഞത് നേരത്തെ ഒന്നും മനസ്സിൽ വിചാരിക്കില്ല. ഒരു പ്രശ്നവും ഇല്ല. ഒരു കുഴപ്പമില്ല. നല്ല മണമുണ്ടാ? ഇതിലെന്തിട്ടാ മക്കളെ? ഏലക്ക ഇട്ടിട്ടുണ്ട് ഞാൻ. ഏലക്ക ഇട്ടോ? അടിപൊളി മക്കളെ. അയ്യോ അച്ഛാ, അയ്യോ അച്ഛൻ ഇത് പറയാതെ വന്നേ. അല്ല, ഇത് എങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്ന് എങ്ങനെയാ? പൂട്ടിയിരിക്കല്ലായിരുന്നോ? ഇവൻ പണ്ട് നിന്നെ കാണാൻ എങ്ങനെയാണ് വന്നത്, അതുപോലെ തന്നെ ഞാനും ചാടിയും വന്നു. എന്തോന്ന് പൊക്കോടി മതില്. സുഖം തന്നെ. സുഖം തന്നെ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? ഓ, അങ്ങനെയൊക്കെ അങ്ങ് പോണം. നിനക്ക് അങ്ങനെയെങ്കിലും പോണേ, എനിക്ക് അങ്ങനെയെങ്കിലും പോണല്ലടാ. വന്നതല്ലേ, ഇത്രയും പാടുപെട്ട് കഷ്ടപ്പെട്ട് വന്നതല്ലേ മക്കളെ. ചായ താങ്ക് യു അമ്മ. അച്ഛാ, പിന്നെ അച്ഛന് ഞാൻ വേറെ ചായ ഇട്ടോണ്ട് വരാം. ഇത് ഞാൻ അപ്പൂപ്പന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചായയാണ്. അത് അപ്പൂപ്പൻ കുടിച്ചാ മതി. അച്ഛൻ ഞാൻ വരട്ടെ. എന്റെ മക്കളൊന്നും പറയണ്ട പറയല്ല. നല്ല തങ്കപ്പെട്ട സഖാവുള്ള കൊച്ചാളാണ്ടാ.
ഇത്രയും ബുദ്ധിമുട്ടുണ്ടാ മക്കള്? ഇത് കുടി, നീ ഇത് കുടി. അല്ല അത് എന്താന്നറിയാ, അത് ഞാൻ അപ്പൂപ്പന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ അപ്പൂപ്പ. അപ്പൊ പിന്നെ അതെങ്ങനെ അച്ഛൻ കുടിക്കും? അത് അപ്പൂപ്പൻ കുടിച്ചാ മതി. മക്കള് കുഴപ്പമില്ല, അപ്പൂപ്പന് പിന്നെ മതി. അച്ഛാ പിന്നെ അവിടെ നമ്മൾ ആ കാണില്ലേ, അവിടെ ഒരു 40 സെന്റ് സ്ഥലം കണ്ട, അത് നമ്മൾ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ അത് ചെയ്തോണ്ടിരിക്കുകയാണ്. വാങ്ങണ്ട, അത് കായ്ഫല ഇല്ലാത്ത തെങ്ങൊക്കെ ഉള്ള സ്ഥലം. രോഹിണി ആ ചായ കടി ഞാൻ കുടിക്കാൻ. കുടിക്കട്ടെ. അല്ല അത് എന്താന്ന് വെച്ചാലേ ഈ ചായ തണുത്തുപോയി. അപ്പൊ ഞാൻ ഇത് കൊണ്ടേ കളഞ്ഞിട്ട് ഞാൻ വേറെ ചായ നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരാം. എനിക്ക് തണുത്ത ചായ മതി, എനിക്ക് തലവേദന എടുക്കും. ചേട്ടന് തലവേദന എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചൂട് ചായ കുടിക്കണം, എന്നാലേ കൊള്ളാവൂ. മോളടി, എന്തോ നീ ആ ചായ എന്നെ കൊണ്ട് കുടിപ്പിച്ചില്ല, ആ. അവനെ കൊണ്ടും കുടിപ്പിക്കണില്ല. ഈ ചായയിൽ എന്തോ ഒരു പന്തുകേടില്ലേ? എന്ത് പന്തികേടും ഒഴിപന്തികേടും ഇല്ലല്ലോ. പന്തികേടുണ്ട്. ഈ ചായ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ള അല്ല, എനിക്ക് കുടിക്കാനുള്ളതാണ്. അത് അപ്പൂപ്പന് വേണ്ടിട്ട് കൊണ്ടുവന്ന ചായയാണ് ഞാൻ. മക്കൾ ഈ ചായയിൽ എന്തോന്ന് കലക്കിയത്? 10-65 വർഷം കൊണ്ട് ഈ അപ്പൂപ്പ ചായ കുടിക്കണതേ. കപ്പെടുത്ത് വെച്ചതാ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പൻ അറിയാം ഈ ചായയുടെ കുളവും മണമൊക്കെ. അതുകൊണ്ട് അപ്പൂപ്പന്റെ അടുത്ത് കള്ളത്തനം കാണിക്കല്ലേ. അതെ, അത് ഞാൻ രണ്ട് തുള്ളി ലോഷൻ അടിക്കൊന്നും വേണ്ട, കൊച്ചിൽ അടിക്കാൻ ലോഷനല്ലേ മക്കളെ. അറിയാതെ പറ്റിപ്പോയതാണ്. കുഴപ്പമില്ല മക്കളെ, മക്കള് ലോഷനല്ലേ കളക്കിയത്, കുടിച്ചൊന്നുമില്ലല്ലോ ആരും, കുടിച്ചൊന്നുമില്ല. പിന്നെ മക്കളെ മൈൻഡിൽ ഈ ബുദ്ധി തെളിയില്ല എന്ന് എനിക്കറിയാം. മക്കൾക്ക് ആ ബുദ്ധി ആര് പറഞ്ഞു തന്നത്? അതെന്റെ കൂട്ടുകാരി ശ്രീവിദ്യ. ശ്രീവിദ്യയെ എടുക്കണ വണ്ടി, എന്തിന്? ശ്രീവിദ്യയെ പോയി കാണാം. അയ്യോ അപ്പൊ വേണ്ട അപ്പൊ ഞാനൊരു വിഷമം പറഞ്ഞപ്പോ അവള് എന്റെ കൂടെ നിന്നേ ഉള്ളൂ. ഒന്നും പറഞ്ഞ പറ്റൂല, ശ്രീവിദ്യയെ പോയി കണ്ടേ പറ്റൂ. എന്തിന്? അവളെ അടുത്ത് ചെന്ന് നിന്ന് അവളെ കൊണ്ട് ഒരു 250 ചായ ഇടിപ്പിച്ച് കുടിക്കാതെ എനിക്ക് എന്റെ ദേശം അടങ്ങൂല. അപ്പൂപ്പാ ചായ